അമ്മമ്മ ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നത് സത്യമാണോ? നമുക്കതിനെ കാണാൻ പറ്റുമോ? നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന്? ചോദിച്ചതിന് ഉത്തരം പറ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വല്ല ആത്മാവ് എടുത്തു വന്നോ? മോക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ക്രിയേറ്ററെ നീ കണ്ടിട്ടില്ലല്ലോ, എന്നിട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? അതുപോലെയാ ആത്മാവ്. ഒരു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നത് ശരീരത്തിൽ ആത്മാവ് കയറുമ്പോഴാണ്. മരിക്കാനുള്ള സമയം ആ നിമിഷം തീരുമാനിക്കപ്പെടുന്ന പറയാം. ശരീരത്തിനും ആത്മാവിനും ഒരേ ആയുസ്. അപ്പോൾ ഈ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ശരീരം വളരുന്നതിനോടൊപ്പം ആത്മാവും വളരും. ആയുസ് എത്താതെ ശരീരമില്ലാതായ ആത്മാവ് ഒറ്റയ്ക്കാവും. ഒറ്റയ്ക്കാവുന്ന ആത്മാക്കൾ സമയമാകുന്നത് വരെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എൻ്റെ കുട്ടിയുടെ ആത്മാവും ഇവിടെ ഉണ്ടാവും. എന്താ അവിടെ തുറക്കണ്ട, വിട്, അങ്ങനെ മാറി നിൽക്കും, നോക്കട്ടെ. അവിടെ ഒന്നും ആരുമില്ല. നിനക്ക് വട്ടാട്ടോ, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാം ബോളുമായിട്ട്. ഉറക്കം പോയി, ഇന്നത്തെ ദിവസവും പോയി. ആദ്യം അന്ന് മോർച്ചറിയിൽ, പിന്നെ ഇന്ന് വെളുപ്പിന് റൂമിലേക്ക് വരുന്ന വഴി. പക്ഷെ എനിക്കല്ലാതെ ഇത് വേറെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. എന്നെ ആരും ഫോളോ ചെയ്യുന്ന പോലെ. ഈസ് ഇറ്റ് എ സ്പിരിറ്റ് ഓർ സംതിങ് എൽസ്? ഐ ഡോണ്ട് നോ. കെൻ യു പ്ലീസ് ഹെൽപ്പ് മീ? സ്പിരിറ്റ് ആവാം, ആവാതിരിക്കാം. ലുക്ക് കീർത്തി, ആത്മാവിനെ കാണുക, കേൾക്കുക, അറിയുക, ഇതൊന്നും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. കീർത്തിക്ക് അതിന് സാധിക്കുന്നുവെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. ഞാനന്ന് ക്യാമ്പസിൽ വന്നപ്പോൾ പറഞ്ഞു, ചേർച്ചയുള്ള മനസ്സുകളോടാണ് ആത്മാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
കീർത്തിയുടെ സംശയം ശരിയാണെങ്കിൽ, കീർത്തിയെ ഫോളോ ചെയ്യുന്നത് ഒരു സ്പിരിറ്റ്, ഒരാത്മാവാണ് എങ്കിൽ, ആ ആത്മാവിന് കീർത്തിയോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. റൈറ്റ്? റൈറ്റ്. റൈറ്റ്. ഇനി കീർത്തിയോട് ആ ആത്മാവിന് എന്തെങ്കിലും പകയോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആത്മാവ് കീർത്തിയെ എപ്പോഴേ അറ്റാക്ക് ചെയ്തേനെ. ചെയ്തില്ലല്ലോ? ചെയ്തില്ല. വെയിറ്റ്. നെക്സ്റ്റ് ടൈം പേടിക്കാതെ ജസ്റ്റ് ഫേസ് ഇറ്റ്. ആരാ, എന്തിനാ, മനസ്സിലാക്കാൻ ശ്രമിക്കൂ. മരിച്ചുപോയവര് ജീവിച്ചിരിക്കുന്നവരെക്കാൾ വിശ്വസിക്കാം. ധൈര്യമായിട്ടിരിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പേടിക്കണ്ട. കഴിഞ്ഞ നിന്റെ സൂക്കേട്? സൂക്കെടുന്നിന്റെ പോയി കുളിക്കടി. നാറിയിട്ട് വയ്യ.